എനിക്കിപ്പോ അതല്ല പേടി. ഈ വിവരം വീട്ടിലറിഞ്ഞ മിനിക്കുട്ടി എന്തെങ്കിലും അഭിപ്രായം കാണിക്കുമെന്നാ. ആഹാ, ഇപ്പൊ ഇളക്കം നിനക്കായോ? ചാകാനുള്ളതൊക്കെ പോയി ചാകട്ടടാ. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല. ഈ രജിസ്റ്റർ ഓഫീസിൽ ഇന്ദു തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മിനിക്കുട്ടി വന്നാലും അവര് കെട്ടിച്ചേരും. എന്താ, മിനിക്കുട്ടി മതിയോ? ഒരു സംശയം, കല്യാണം കഴിഞ്ഞാലും രണ്ടാളും കൂടെ ഇവിടെ തന്നെ താമസിക്കാനാണോ പ്ലാൻ? ആ മൂസാക്കാട് ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, ചോദിച്ചാൽ അയാൾ തരുമോ? നിനക്കായതുകൊണ്ട് ചിലപ്പോ തന്നേക്കും. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. അതൊക്കെ പച്ചക്കന്നത്തിന് തീർക്കല്ലേ? ആര് നിന്ന്? അനക്കായതുകൊണ്ട് ഞാൻ വീട് തരാം. പക്ഷേ എന്റെ കൂടെയുള്ളവന്മാരെ താമസിപ്പിക്കാൻ പറ്റൂല. പിന്നെ നീ കല്യാണം കഴിച്ച് കുടുംബം കാര്യമൊക്കെ ആവുമ്പോ അവന്മാരെ അടുപ്പിക്കൂലെന്ന് എനിക്കറിയാം. മൂസാക്ക അഡ്വാൻസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതൊക്കെ നമ്മൾ മേടിച്ചോളാം. ഞാനൊന്ന് ചോദിക്കട്ടെ, രണ്ടിന്റെയും വീട്ടിൽ അറിയാതുള്ള നിക്കാഹാണുള്ളത്. വല്ല പോലീസോ പട്ടാളോ വന്ന് കയറി കുൽമാലുണ്ടാക്കുവോ? ഏയ്, അതൊന്നും ഉണ്ടാവില്ല. നിയമപ്രകാരമല്ലേ ഞങ്ങൾ വിവാഹിതരാകുന്നത്. എന്നാലും നീ ഇങ്ങനെ പൂച്ചനെ പോലെ ഇരുന്ന് പറ്റിച്ച് കളഞ്ഞല്ലടാ ഉണ്ണി. അല്ല, പെണ്ണെങ്ങനെയുണ്ട്? നല്ല കണ്ടീഷൻ ആയിരിക്കും അല്ലേ? അയ്യടാ, ചിരി കണ്ടോ മോനെ. അന്റെ പ്രായത്തില് ഞാനും ഒന്ന് രണ്ട് പ്രേമത്തിലൊക്കെ കുടിക്കോനാ. എന്ത് ചെയ്യും, ബാപ്പ സമ്മതിക്കണ്ടേ? പിന്നെ ഞാൻ വിചാരിച്ചു കുറെ കാലം താടി മുടിയും വളർത്തി ഇറക്കാന്ന്. അത് വിചാരിച്ച മാതിരി വളർന്നിട്ടല്ലേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ മൂസാക്ക. ഓ, മൂസാക്കയുടെ എല്ലാവിധ സഹായങ്ങളും എനിക്കുണ്ടാവും. രണ്ടുപേരും വായിച്ചു കേട്ടല്ലോ. എന്നാ ഒപ്പിട്ടോളൂ. സാക്ഷ്യം. ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് ടെൻഷൻ വല്ലതും ഉണ്ടോ? പോടാ, നീ പേടിക്കണ്ടടാ, രണ്ടാമത്തെ ഫസ്റ്റ് നൈറ്റിന് എല്ലാം ശരിയാവും ഇല്ലടാ. എന്നെ കൂടുതൽ ഉപദ്രവിക്കാതെ ഒന്ന് പോയാ മതി. ആ, ഞങ്ങളെ പറഞ്ഞേക്കാനാണ് നിനക്ക് തിരുക്കും അല്ലേ? ഞങ്ങൾ പോണമെന്നാണ്. ഓക്കെ. ഓ, ജന്മം ചെയ്ത ഒരുത്തനും പോവില്ല. പറഞ്ഞു വിടാ ഞാൻ പെട്ട പാട്. ഇരുന്നോളൂ. ഇരിക്കൂ, ഇരിക്കുന്നേ. എന്താ ഇത്? എന്താ കാര്യം? എന്തു പറ്റി? സുഖമില്ലേ? നേരിയ ചൂടുണ്ടല്ലോ. പനിയുണ്ടോ? ഞാൻ ചെയ്ത തെറ്റാണ്, വീട്ടിൽ ആരും അറിയാതെ. ഓ, അതാണോ? ഞാനും അറിയിച്ചില്ലല്ലോ. ഈ രാത്രി കരയാനുള്ളതല്ല. എന്താ? പാറ്റയോ? പാറ്റ അവിടെ ഇരിക്കുമല്ലയോ? പാറ്റ എനിക്ക് ഭയങ്കര പേടിയാ. പാറ്റയ്ക്ക് വരാൻ കണ്ടൊരു സമയം. ഇന്ദു ഇങ്ങനെ നെർവസ് ആയാലോ? കരഞ്ഞു കരഞ്ഞ് കണ്ണെല്ലാം കലങ്ങിയല്ലോ. എനിക്ക് ഞാനൊന്ന് കിടന്നോട്ടെ? കിടന്നോളൂ. ഫസ്റ്റ് നൈറ്റ് സെക്കൻഡ് നൈറ്റ് ആകുന്ന ലക്ഷണമാ. ശവന്മാര് കരുനാക്ക് വെച്ച് പറഞ്ഞത് ശരിയായി. രാജേന്ദ്ര, രാജേന്ദ്ര, എഴുന്നേക്കടാ, ഒന്ന് എഴുന്നേക്കടാ. എന്താടാ? അങ്ങോട്ട് പോകണ്ടേ? എങ്ങോട്ട്? ഉണ്ണിയുടെ അടുത്തേക്ക്. അവിടെ ഇപ്പൊ എന്തൊക്കെ ആയിട്ടുണ്ടാവും? എന്താകാൻ? രണ്ടും കൂടെ വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞിരുന്ന് നേരം വിളിപ്പിച്ചിട്ടുണ്ടാവും. പോരണം ഇങ്ങോട്ട്. ആകപ്പാടെ ഒന്നേ ഉള്ളൂ. ഒന്ന് മതി. നിന്റെ ഒടുക്കത്തെ ഓസ് ഒന്ന് നിർത്ത്. നമ്മൾ ചെയ്ത് വലിയ മണ്ടത്തരായി പോടാ. എന്താടാ? ഉണ്ണിയെ പിടിച്ചിപ്പോ കെട്ടിക്കണ്ടില്ലായിരുന്നു. ആ പ്രേമം കളിക്കാൻ മതിയായിരുന്നു. മതിയായിരുന്നു. ഇനിയിപ്പോ പുതിയ ഷർട്ട് എടുത്തിടലും സ്മോൾ അടിക്കലും ബൈക്കിൽ ചെത്തി നടക്കലും ഒക്കെ തീർന്നില്ലേ? തീർന്നു. നമുക്ക് പാരം നമ്മൾ തന്നെ. ആ പത്രക്കാരൻ പത്രോസായിരിക്കും. പൈസ നാളെ കൊടുക്കാന്ന് പറയാം. എന്താടേ രാവിലെ തന്നെ വാതിൽ വിളിക്കും? അയ്യോ, അമ്മച്ചിയായിരുന്നോ?
ഇന്ന് തീരെ എത്രയായി? എവിടെ എന്റെ വാടക? അമ്മച്ചി ശമ്പളം കിട്ടിയില്ല അമ്മച്ചി. എല്ലാം 1-ാം തീയതി ശമ്പളം കിട്ടുന്നല്ലേ? പഴയ മാനേജർ ട്രാൻസ്ഫർ ആയി പോയി. പഴയ മാനേജർക്കൊരം പുതിയ മാനേജർ വന്നിട്ടില്ല. പഴയ മാനേജർക്കൊരം പുതിയ മാനേജർ വന്നെങ്കിലല്ലേ പുതിയ മാനേജർക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. ഇപ്പൊ പഴയ മാനേജറില്ല, പുതിയ മാനേജറില്ല. ഇനി പഴയ മാനേജർക്ക് വരാൻ പുതിയ മാനേജർ വന്ന് ചാർജ് എടുത്താലേ ഈ മാസം ശമ്പളം കിട്ടുള്ളൂ. നിർത്തറന്ന് പഴയ മാനേജർ പണം എടുത്തിട്ട് പോയി. ശമ്പളമൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇല്ല അമ്മച്ചി ഭയങ്കര തമാശയാണല്ലോ. ഉവ്വടാ, നിങ്ങളെയൊക്കെ തമാശ പറഞ്ഞ് രസിപ്പിക്കാനല്ലേ ഞാൻ കാലത്തെ കയറി വന്നിരിക്കുന്നത്. എന്നാ അമ്മച്ചി ഇരിക്കേ. പോടാ, ഉണ്ണി എവിടെടാ? അവനെ പിടിച്ചാലേ കാശ് കിട്ടുള്ളൂ. നീയൊക്കെ കള്ള കൂട്ടങ്ങളാടാ. ഉണ്ണി നാട്ടില. ലീവാ. ലീവ്. ലീവാ? ലീവോ കീവോ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ വാടക കിട്ടണം. അത് പിന്നെ അമ്മച്ചി, അത് പിന്നെ വൈകിട്ട് അങ്ങോട്ട് എത്തിക്കാം. വൈകിട്ടോ? വീട്ടിലേക്ക് എത്തിക്കോ? വീട്ടിലേക്ക് എത്തിക്കാതെ വാക്ക് മാറിയ എന്റെ വീതം മാറും. അറിയാലോ നിനക്ക്? പിന്നെ ആ പറിച്ചടാ കള്ള ജാതികളെ. ഒന്ന് ഇങ്ങോട്ട് വന്നിട. നീ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മച്ചിക്ക് വൈകിട്ട് എങ്ങനെ കാശ് കൊടുക്കൂടാ? അത് സാരമില്ല, നീ എങ്ങനെയെങ്കിലും കൊടുത്താൽ മതി. ഞാനാ? എടാ, വീടിന് അഡ്വാൻസ് കൊടുത്തും ഫർണിച്ചർ മേടിച്ച് ഉണ്ണിക്ക് കാശ് കുറെ ചെലവായിരിക്കുക. അവനോട് ഇന്ന് വാടകയുടെ ഷെയർ ചോദിക്കാൻ പറ്റുമോ? ശരി, അപ്പൊ നീ എന്നെ കൊടുത്തേക്ക്. ആ, ഓരോ അവളുമാരിങ്ങനെ സ്കൂട്ടറിൽ അള്ളിപ്പിടിച്ചിരുന്ന് പോണാണ്ടാത്തോന്നും. കല്യാണം കഴിച്ചാൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പോകാനാണ്. ആണോ ഇല്ലാത്തവര്. ഇപ്പൊ ഉണ്ണയും ഇന്നുവിനെ ഇങ്ങനെ പുറകിലിരുത്തി അല്ല ഗട്ടറിലൊക്കെ ചാടിച്ച് പതുക്കെ പതുക്കെ ഒരുമി പോണുണ്ടാവും. എന്റെ അമ്മേ, ദേ വരുന്നു. ആ സുജാത മേനോൻ. അതിനെന്താ പറ്റുന്നത്? വരട്ടെന്നോ? ഫ്രിഡ്ജ് മെക്കാനിക്കാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വീട്ടിൽ കയറി ചെന്നല്ലേ. ആ, അത് നമുക്ക് വേണ്ട ബസ്സല്ലടാ. അത് സാരമില്ല, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം, അല്ലെങ്കിൽ കുഴയൊന്ന്. വേഗം കയറി. ഞാനിപ്പോ വരാം. ആ, ആര്? ദാസപ്പനോ? മൂസാക്ക ഇല്ലേ ഇവിടെ? ഇല്ല, കടയിലാണ്. നീ വന്നേ. വേണ്ട, ഞാൻ ഇവിടെ വന്നോളാം. നീ വാടാ. ഇല്ല, വേണ്ട. അതെന്താ? നിങ്ങളെ കാണുമ്പോ എനിക്ക് നാണോ? നാണോ? എന്തിന്? ഇന്നലെ രാത്രി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നില്ലേ? ഞാൻ പലതും ഇമാജിൻ ചെയ്തു. ഓടാ, നിന്റെ ഒരു ഇമാജിനേഷൻ. നീ വന്നേ. പിന്നെ ഞങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നാൽ ഉടനെ വിവരം ഓഫീസിൽ അറിയിക്കണം. എന്താ സാറേ, ആർക്കെങ്കിലും കാശ് വല്ലതും കൊടുക്കാണ്ടോ? ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന വിവരം പുറത്ത് തൽക്കാലം ആരും അറിയണ്ട. അയ്യോ, സാറ പഠിച്ചോണ്ട് വന്നാണോ? അടിച്ചോണ്ട് വന്നൊന്നുമല്ല, അന്തസ്സായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്ത് കൊണ്ടുവന്നാ. അതുപോട്ടെ, അന്ന് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് ഒക്കെ? പ്രായത്തിനനുസരിച്ചുള്ള സംഭാഷണം. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വൈകുന്നേരം വന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാടേ. ഇന്ദു, ഇത് ദാസപ്പൻ, നമ്മുടെ മൂസാക്കയുടെ സ്വന്തം ആളാ. ചേച്ചിയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടു കാണാൻ സാധ്യതയില്ല. ചേച്ചിയുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? ദാസപ്പൻ ചെല്ല് ചെല്ല്. എന്താ? അച്ഛനോ? ഇങ്ങോട്ട് പോന്നോ? എപ്പോ? ശരി. അയ്യോ, ആരാ വിളിച്ചത്? ഹോസ്റ്റലിൽ നിർമ്മലയാ. അച്ഛൻ വന്നിരിക്കുന്നു, ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? അച്ഛൻ അറിഞ്ഞ? എന്താണ് പ്രശ്നം? ഇന്ദുവിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? സംഭവം അറിഞ്ഞിട്ടാണോ വരുന്നത്? അറിഞ്ഞിട്ടില്ല. വന്നാൽ അറിയും. അപ്പൊ ഇങ്ങോട്ട് വരരുതല്ലേ? അത് ഞങ്ങളേറ്റു. പടാ. അച്ഛനെ എനിക്കൊന്ന് കണ്ടാ കൊള്ളായിരുന്നു. എത്ര ദിവസമായി കണ്ടിട്ട്. അത് വേണ്ട. ഇന്ദു ഇപ്പൊ അച്ഛനെ കണ്ടാൽ ആകെ കുഴപ്പമാവും. എന്താണ് ആളെ കാണത്ത്? ആ, ദേ വരുന്നു. അത് തന്നെയല്ലേ ആള്? അത് തന്നെ ആള്. നമസ്കാരം. നമസ്കാരം. അമ്മാവൻ ഇന്ദുവിനെ കാണാൻ വന്നായിരിക്കും അല്ലേ? അതെ. അയ്യോ, കുറച്ചുകൂടെ നേരത്തെ വന്നൂടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. എങ്ങോട്ട്? മാനേജറുടെ കൂടെ ഹെഡ് ഓഫീസ് വരെ പോയതാ. ഇനി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അമ്മ പേടിക്കണ്ട അമ്മാവ, ഞങ്ങളുടെ മാനേജർ സ്ത്രീയാ. അന്ന് കണ്ടില്ലേ? അയ്യോ, വന്നത് വെറുതെ ആയല്ലോ. മോള് വന്നാ എന്തു പറയണം? ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്. തരപ്പെട്ടാൽ ശനിയാഴ്ച ഒന്ന് വീട്ടിലേക്ക് വരാൻ പറയണം. ഇയറിൻഡിങ് ആയതുകൊണ്ട് ഭയങ്കര വർക്കാ അമ്മാവാ.
സൺഡേയും കൂടെ വർക്കുണ്ട്. അതാ. അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വിരോധമൊന്നും തോന്നരുത്. അയ്യോ അങ്ങനെയൊന്നുമില്ല. അതെ, ഇന്ദുവിനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഉണ്ണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഞങ്ങൾ ആ വിവരം അമ്മാവനോട് ഒന്ന് പറയുകയും ചെയ്തു. അമ്മാവൻ ഇപ്പൊ വിവാഹം നടത്താൻ ഒരുക്കമില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അതങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. ഉണ്ണിയാണെങ്കിൽ ഇപ്പൊ വേറൊരു കല്യാണാലോചന തിരക്കിലാണ്. അന്ന് അമ്മാവനോട് ഒന്ന് ചോദിച്ചത് തന്നെ ഭയങ്കര ഫീലിംഗ് ആയിട്ടിരിക്കുന്നു. അല്ല, വിവാഹം എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിധി പോലെയല്ലേ. അമ്മാവൻ പറഞ്ഞത് കറക്റ്റാ. ഇനി അവര് തമ്മിൽ വിവാഹം കഴിക്കാനാണ് വിധിയെങ്കിൽ അത് നടക്കും, നടന്നിരിക്കും. ഞാൻ ഇറങ്ങട്ടെ. പിന്നെ അമ്മാവൻ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അതെ. വലിയ ഉപകാരം. വലിയ ഉപകാരം. എന്റെ അമ്മോ. ഇതിലും വലിയ ടെൻഷനിലാണ് ഞാൻ. എപ്പോഴാണ് എന്റെ അച്ഛൻ കയറി വരുന്നതെന്ന് അറിയില്ല. ഏതായാലും ഇതൊക്കെ നമുക്ക് മനഃപൂർവ്വം അങ്ങ് മറക്കാം. ശരിക്കും കഴിക്കുക, ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറട്ടെ. ഫസ്റ്റ് നൈറ്റ് പാറ്റായും കണ്ണീരും ഒക്കെ ആയിട്ടങ്ങ് പാഴായി. ഇന്നെങ്കിലും ചുമ്മാ ഇരി. മറുപടി ഒന്നും പറഞ്ഞില്ല. ചുമ്മാ ഇരി. ഇന്ദു, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? രജിസ്റ്റർ മാരേജ് കഴിച്ചെന്ന് കരുതി അവരുടെ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഒന്ന് പോ എന്റെ മായേ. ഭക്ഷണം കഴിക്കുന്ന കുറിച്ചിട്ട് തന്നെ. ആഹാ, രണ്ടും കൂടെ ഉണ്ണാനിരുന്നിട്ട് മണിക്കൂർ ഒന്നല്ല. എന്താ കഥയും പറഞ്ഞിരിക്കണം. ഇന്ദു, അച്ഛന് വിവരം അറിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരെയും വടിവെട്ടി തല്ലു. ഉണ്ണി വേറെ പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കല്യാണവും കഴിഞ്ഞ് അടുത്ത അനന്തരാവാസിക്കുള്ള ശ്രമവും തുടങ്ങി. ആ പിന്നെ ഞാൻ പോവുകയാണ്. നാളെ മുതലാണ് ലീവ്. നേരത്തെ പോയിക്കളെ മാനേജർ സമ്മതിച്ചു. 2 മണിക്കൂർ ട്രെയിൻ ഉണ്ട്. പറ്റടാ. സാർ സാറിന്റെ അച്ഛനമ്മ ഒരു തടിച്ച പെണ്ണും അവിടെ വന്നിട്ടുണ്ട്. അവരെപ്പോ വന്ന്? ഇപ്പൊ എവിടെ ഉണ്ട്? അവിടെയുണ്ട്. ഞാൻ അവരെ മൂസാക്കയുടെ വീട്ടിലെടുത്തിട്ട് വന്നിരിക്കേ. ഏയ്, മിനിക്കുട്ടിയെ മറക്കാനോ? പിന്നെന്താ ഇത്രയും നാളായിട്ട് അങ്ങോട്ട് വരാത്തെ? ഒന്ന് സ്റ്റാൻഡ് ഇട്ടേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം കേട്ടോ. നാളായി എന്റെ ഉണ്ണിയേട്ടനെ കണ്ടിട്ട്. അമ്മായി, ഉണ്ണിയേട്ടൻ വന്നു. സുഖാണോടാ മോനെ നിനക്ക്? ഇവിടെ അടുത്ത് പോസ്റ്റ് ഓഫീസ് ഒന്നുമില്ലേ? ഉണ്ടച്ചാ, മെയിൻ പോസ്റ്റ് ഓഫീസ് ഇവിടെ അടുത്ത് തന്നെ. അവിടെ ഇൻലൻഡും കാർഡൊക്കെ കിട്ടും. കിട്ടും. എടാ, ദുബായി പോയവർ വരെ ഓരോ കൊല്ലം കൂടുമ്പോ വീട്ടിൽ വരും. അല്ലെങ്കിൽ മാസത്തുള്ളിൽ കത്തെങ്കിലും അയക്കും. അച്ഛാ, അത് ജോലി തിരക്കിനിടയില് ഒരു കത്തെഴുതാൻ പോലും 5 മിനിറ്റ് നേരില്ല എന്ന് വെച്ചാൽ നീ ആരാ വിഡ്ഢിയാക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? ഓരോ കൊല്ലം കൂടുതലോറും ഇവൾക്ക് പ്രായം കൂടി വരിക. ഇനി ഒട്ടും വൈകിക്കണ്ട. ഏറ്റവും അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി നിങ്ങളുടെ കല്യാണം നടത്താനുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അയ്യോ, അതിങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു പ്രൊമോഷൻ ഉണ്ട്. ഈ പ്രൊമോഷന് കല്യാണമായിട്ട് എന്താ ബന്ധം? ആട്ടെ, കല്യാണം കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടില്ലേ? കിട്ടുമല്ലോ. ഉണ്ണിയേട്ടാ, എന്നെ എന്റെ പുറകിലിരുത്തി ഒന്നും ഓടിച്ചേ. നിനക്ക് നീ കുന്തത്തിന്റെ പുറത്ത് കയറാഞ്ഞിട്ടാ. നിലത്ത് നിക്ക്. നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ് നിലത്ത് നിൽക്കാതെ ലോകം മുഴുവൻ ഞങ്ങൾ ചുറ്റിക്കറങ്ങും. ആ, അവിടെ അല്ലേ നീ താമസിക്കുന്നത്? അങ്ങോട്ട് പോവാം. അല്ലാതെ അച്ഛാ, അങ്ങോട്ട് പോവാം. പോവാം. ഞാൻ എടുത്തോളാം. ചെറുക്ക, ഈ പെട്ടിയൊക്കെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. നിപ്പ് കണ്ടില്ലേ ഉണ്ണിയേട്ടാ? ഹായ്, അത് ഞാൻ കയറാം. നെല്ലുമോളെ, വലതുകാലം വെച്ച് കയറ്. കല്യാണം കഴിഞ്ഞ് താമസിക്കേണ്ട വീടാ. അയ്യോ, കൊള്ളാം. വീടൊക്കെ കൊള്ളാം. ആവശ്യത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കൊള്ളാം. ഇതിനകത്ത് തോന്നുന്നു ഞങ്ങളുടെ മുറി. ഇതല്ല സാരി. അയ്യോ, ഇതേതോ പെണ്ണിന്റെ ആണല്ലോ. എടാ ഉണ്ണി, എന്താ അച്ഛാ? ഏത് പെണ്ണിന്റെ സാരി? ഇതാരുടെ സാരി? സത്യം പറയടാ, പറയാൻ. അത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ വിവാഹം കഴിഞ്ഞു. എന്താ സാറേ, എന്ത് പറ്റി? ഇനി പറ്റാനൊന്നുമില്ല. അത് പോട്ടെ, അവരെന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? എന്തോ എന്നോടും ചോദിച്ചില്ല. എന്നാ നീ വേഗം ചെന്ന് അവരെ വേറെ ആരോടും മുട്ടിക്കാതെ നോക്ക്. ഞാൻ ഉടനെ വന്നേക്കാം. എന്നോട് അവരെന്തെങ്കിലും ചോദിച്ചാ സാറും ഭാര്യയും കൂടി ഉടനെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോരാ, സാറും ഭാര്യയും അമ്മായിയപ്പനും അമ്മായിയമ്മയും എല്ലാരും ഒന്നിച്ചു വരുമെന്ന് പറ. ഓ, അത് ഞാൻ പറയാം. നിക്കവിടെ. എന്റെ കല്യാണം കഴിഞ്ഞ വിവരം അങ്ങനെ അവരറിഞ്ഞ കൊല്ലുന്നു ഞാൻ. ഓ, അപ്പൊ അതാണല്ലേ കേസ് കേട്ട്. ശരി, സാറിനോട് വാ.
ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ നല്ല ചതിയാ ചെയ്തത്. നീ ഞങ്ങളെയൊക്കെ മറന്നോ മോനെ? അവനിപ്പോ അച്ഛന്റെ അമ്മയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അച്ഛാ, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. തിരുവോണത്തിന് അതിരാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് ആറ്റിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഇപ്പൊ ആ ഓണവും കഴിഞ്ഞ് അടുത്ത ഓണവും വരാൻ പോകുന്നു. ഓ, അതാണോ? ദാസപ്പാ, ആ വരുന്നു. ഇനി വന്നേ. ഈ പെട്ടി എടുത്ത് അപ്പുറത്ത് വിട്ടോട്ട് പോയി. ഈ ചെറുക്ക ഉണ്ണിയുടെ വേലക്കാരനാ. അല്ലല്ല, ഇവിടുത്തെ മൂസാക്കാണ് സ്വന്തം ആളാ. വാടാ, വാ വാ, അപ്പുറത്തോട്ട് വാ. വാ ഉണ്ണിയേട്ടാ, നമുക്ക് പോ. ചെറുക്ക വേഗം എടുത്തോണ്ടോ. ഇതിനെന്താ വാടക? വാടക കുറവാ, 750 രൂപയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് ധാരാളം മതി. അയ്യാ കട്ടില്, അയ്യാ ഉണ്ണിയേട്ടാ, ഇതാണ് നമ്മുടെ ബെഡ്റൂം. അയ്യോ എന്തൊരു സുഖം. ഇത് കിടന്നാ വേഗം ഉറക്കം വരും. ഞാൻ ഒന്ന് കിടന്നോട്ടെ എന്റെ ഉണ്ണിയേട്ടാ. വിശ്രമിക്കാൻ. വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. നീ ഭക്ഷണം തനിച്ചുണ്ടാക്കി കഴിക്കുക. ഏയ് അത് സെൽഫ് കുക്കർ അല്ലേ, പിന്നെ സഹായത്തിന് ഞാനും ഉണ്ടല്ലോ. എന്നാ ബാഗ് പിടി. കല്യാണത്തിന് മുമ്പ് ഓരോ നടുപ്പിച്ച് വെച്ചാണല്ലേ, അതേതായാലും നന്നായി. ഉണ്ണിയേട്ടന്റെ പഴയ തടിയൊക്കെ അങ്ങ് പോയല്ലോ. ആ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നെ പോലെ തടി വെപ്പിച്ചെടുക്കും ഞാൻ. നോയിക്കോ. എന്താ അമ്മ എല്ലാരും കൂടി പെട്ടെന്ന് ഇങ്ങനെ വന്നത്? നിന്നെ കാണാൻ. വരുന്നതിന് മുമ്പ് ഒന്ന് അറിയിച്ചുകൂടായിരുന്നോ? അച്ഛൻ തനിച്ച് വരാനിരുന്നതാ. ഇവളുടെ നിർബന്ധം കൊണ്ടാ ഞങ്ങളും കൂടെ പോന്നത്. നമുക്കൊരാഴ്ച ഇവിടെ താമസിച്ചിട്ട് പോവാമായി. എനിക്ക് കപ്പലും ഷിപ്പ്യാർഡും ഒക്കെ ഒന്ന് കാണണം. അത് ശരിയാ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് പോവാ. അതെ. അല്ല അതിപ്പോ, അല്ല അത് കൊള്ളാം, അത് കൊള്ളാം. അമ്മേ, ഞാൻ ഓഫീസിൽ ലീവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വന്നെന്ന് കേട്ടത് ഞാൻ സന്തോഷം കൊണ്ട് ഓടിപ്പോന്നു. എന്നാ നിനക്ക് ലീവ് പറഞ്ഞിട്ട് വരാൻ പാടില്ലായിരുന്നു. അച്ഛാ, അത് പെട്ടെന്നിങ്ങനെ എവിടുന്നെങ്കിലും ഒന്ന് ഫോൺ ചെയ്താ പോരെ, അതിന് നേരിട്ട് പോകുന്ന എന്തിനാ? ചെല്ലേ, വേഗം പോയിട്ട് വാ. ഞാനും വരട്ടെ ഉണ്ണിയേട്ടാ. അയ്യോ വേണ്ട, ഞാൻ ഫോൺ ചെയ്തിട്ട് ഉടനെ വരാം. നീ മടേ. എന്താ സാറേ സംഗതി ആ കലങ്ങും. നീ ഇതാകെ കുളമാക്കും. മൂസാക്ക വരുമ്പോ വിവരം പറഞ്ഞേക്കാം. ഞാൻ ഏറ്റു. പിന്നെ സാറേ ഒരു 10 മണീസ് വേണമായിരുന്നു. അതെന്തിനാ? അല്ല ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കാണ്. ഒരു സിനിമ ആണെന്ന് വിചാരിച്ചു. എന്താ സാറേ പോകുന്നില്ലേ? ഞങ്ങൾ ഉണ്ണി സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഉണ്ണി സാർ അവിടെ പോയി. ഇവിടെ അടുത്തൊരു സ്ഥലം വരെ പോയിരിക്കാം. ഇയാള് ചെല്ല്. ഹലോ, ഞാനാ ഉണ്ണി. ഉണ്ണിയാ? എന്താടാ നീ വരുന്നില്ലേ? ആകെ കുളമായടാ. എന്താ അവരറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് അവരെല്ലാം പോന്നുള്ളന്ന്. ഒരാഴ്ചയോ? ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? ഇന്ദുവിനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇവരെല്ലാം ഇവിടെ ഉള്ളപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എങ്ങനെ? തൽക്കാലം ഇന്ദുവിനെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാം. നീ എവിടെങ്കിലും ഹോസ്റ്റൽ ഒന്ന് അന്വേഷിക്ക്. ഇന്ദുവിനെ കൊടുത്തേ. എന്താ ഉണ്ണിയേട്ടാ? ഇല്ല, ഞാൻ പോവില്ല. ഇന്ദു തൽക്കാലത്തേക്ക്. ഉണ്ണിയേട്ടൻ ഉടനെ എത്താമെന്ന് പറഞ്ഞു പോയതല്ലേ, എന്നിട്ടെന്തേ? ആരെങ്കിലും വിചാരിച്ച ഇങ്ങനെ ഒരു പുലിവാലി ചെന്ന് ചാടുവന്ന്? എന്റെ ഡ്രസ്സൊക്കെ അവിടെയാ, അതുകൂടി കൊണ്ടുവരണം. അതൊക്കെ ഞാൻ വരുമ്പോ കൊണ്ടുവരാം. നീ ആ രാജേന്ദ്രൻ ഒന്ന് കൊടുത്തേ. ഹലോ. രാജേന്ദ്ര, നീ വേഗം ചെന്ന് ഹോസ്റ്റലിലെ കാര്യം ഒന്ന് അന്വേഷിക്ക്. ഇന്ദു അവിടെ ഇരിക്കട്ടെ, ഞാൻ ഉടനെ എത്താം. വേഗം ചെല്ലേ. എടാ കൊച്ചനെ, ഇവിടെ നല്ല പശുമ്പാല് കിട്ടുവോ? ഇവിടെ നല്ല മിൽമാ പാല് കിട്ടും. പാക്കറ്റിൽ വരുന്ന പാലൊന്നും ഇവിടെ വേണ്ട. വല്ല വീടുകളിൽ നിന്നും നല്ല പശുമ്പാല് കിട്ടുമെന്നാ ചോദിച്ചത്. ഇവിടെ അങ്ങനെ ആരും പശുവിനെ ഒന്നും വളർത്താറില്ല മച്ചി. ചെറുക്കനോട് പറഞ്ഞത് കേട്ടാ പോരെ, പോയി അന്വേഷിച്ചാലെന്താ? ഈ ഗുണ്ടുമണി എന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ സമയമായി. ഹായ് ഉണ്ണിയേട്ടൻ. മിനിക്കുട്ടി, ഉണ്ണിയേട്ടന്റെ കാര്യം ഞാൻ ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ. എന്നതെന്ന് അച്ഛൻ എവിടെ? അമ്മാവ് കുളിക്കുക. ഇതാ ഞാനുണ്ടാക്കിയ കാപ്പിയാ, കുടിച്ചോ. കുടിക്കാം. ഇതിനകത്ത് എന്താ ഉണ്ണിയേട്ടാ? ഡ്രസ്സുകളാ? ഒന്ന് തുറന്നേ നോട്ടെ. അയ്യോ, ഇത് ഓഫീസിലല്ല മാരിയാ, താക്കോൽ ഓഫീസിലാ. ആണോ? നമുക്ക് ഇതുപോലൊന്ന് വാങ്ങണം. അയ്യടാ, നല്ല കാപ്പി. ഇത് കൊണ്ടുപോയി. മോനെ, നിനക്ക് രാത്രിയിൽ എന്താ വേണ്ടത്? ചോറോ ചപ്പാത്തിയോ? ഒരു വിധത്തിൽ അവർ സമ്മതിക്കുന്നില്ല.
അവരോട് ചോദിക്കാതെ രജിസ്റ്റർ മാരേജ് ചെയ്തെന്ന് എന്റെ അമ്മയല്ലേ അവരോട് അനുവാദം ചോദിക്കാൻ. ഒരു തൊഴി വെച്ചു കൊടുക്കാനാ തോന്നിയത്. പിന്നെ നമ്മളെ പൊസിഷൻ ഇതായി പോയില്ലേ. ഉണ്ണിയേട്ടൻ എന്തിനാ അവിടെ പോയത്? അവര് സമ്മതിച്ചാലും ഞാൻ അങ്ങോട്ട് പോവില്ല. ആ എന്താടാ ഈ ലേഡീസ് ഹോസ്റ്റലൊക്കെ എന്താ തിരക്ക്? പെമ്പിള്ളേരൊന്നും കുടുംബത്തിൽ കിടക്കാതെ ഇപ്പൊ ഹോസ്റ്റലിലാണെന്ന് തോന്നുന്നു താമസം. ഒരു ദിവസമെന്നല്ല, ഒരു മണിക്കൂർ പോലും ഇല്ല. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച ഇതാ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഞാനാണോ ഹോസ്റ്റൽ നടത്തുന്നത്? കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാ. എല്ലാത്തിനും കൂടെ കയറി വരാൻ കണ്ട സമയം. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? ഒരു ഐഡിയ ഞാൻ പറയാം. തൽക്കാലം ഇന്ദു ഇന്ന് ഭാർഗവ നിലയത്തിൽ നിൽക്കട്ടെ. ഏയ് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചാ അത് വേണ്ട. അതേ നടക്കൂ. അല്ലാതെ വേറെ എവിടെ താമസിക്കാനാ? ഞാനും കൂടെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവാം. ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ ഉണ്ണിയേട്ടാ? അതെങ്ങനെ ഒന്ന് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടേ. പണ്ടാരം അടങ്ങാൻ ആ പെണ്ണ്, അവളുടെ ഒരു കാപ്പിയും ചപ്പാത്തിയും. ഛേ. ഒരു മിനിറ്റ്, ഞാൻ ആ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഞങ്ങൾ ഈ ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ നോക്കടാ, നമ്മൾ നോട്ടോട്ടിരുന്ന സാധനമല്ലേ അവന്മാര് വളച്ചോണ്ടതായിരിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വരാറായോടെ? ആ റെഡി റെഡി, ഇനി വന്നോളൂ. ഇന്ദു ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഞാൻ പേടിക്കൊന്നും വേണ്ട. ഞാനിപ്പോ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാനെന്നാ പോയിട്ട് വരാം. ആ വരുമ്പോ ഡ്രസ് എടുക്കാൻ മറക്കരുത്.